എടായി പ്രാതയായി എന്തൊരു മാമ ചുമ്മാ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്, നാഴീടങ്ങഴി മണ്ണുണ്ട്. കഷ്ടം തന്നെ മാമ, കഷ്ടം. എന്തൊരു കഷ്ടം. ഇതെന്തൊരു പാട്ട് മാമ? എന്തേ ഈ പാട്ട് എനിക്ക് പിടിച്ചല്ലേ? ഈ പാട്ടിൽ വല്ല അർത്ഥമുണ്ട് മാമ? എന്താ അർത്ഥം ഇല്ലാത്തന്തേ? നിങ്ങളുടെ കാലഘട്ടത്താണെങ്കിൽ ഈ പാട്ടിന് അർത്ഥമുണ്ട്, പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ പാട്ടിന് അർത്ഥമില്ല മാമ. ജയിച്ചു പോടാ, നാളികേരത്തിന്റെ നാടല്ലേടാ കേരളം. എന്റെ പൊന്നു മാമ, അതിനിവിടെ നാളികേരം ഇല്ലല്ലോ. ഇവിടുത്തെ നാളികേരം എവിടെ പയ്യേ? എന്റെ മാമ, ഇവിടുത്തെ നാളികേരം തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞല്ലേ, അല്ലാതെ ഇവിടുത്തെ നാളികേരം അല്ല. ആ അതും നീ പറഞ്ഞ ഒരു കണക്കിന് ശരി തന്നെ മാമ. അഥവാ 2 തെങ്ങ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടുകാരൻ അന്വേഷിച്ചാൽ കിട്ടൂല. അഥവാ കിട്ടണമെങ്കിൽ ഏതെങ്കിലും സിനിമാടന്മാരെ ബുക്ക് ചെയ്യും പോലെയാണ് ഇവന്മാരെ ബുക്ക് ചെയ്യണത്. എന്തെങ്കിലും നൊട്ടിക്ക് അവന്മാരെ ബുക്ക് ചെയ്യാൻ പോണ്. പിന്നെയല്ല, നിങ്ങൾ വന്ന് തേങ്ങ അടക്കോ? എടാ ബംഗാളിയെ വിളിച്ച് അവൻ വന്ന് എത്ര തെങ്ങാണോ വെട്ടി തരൂല്ലേ? അവന്മാർക്കും ഡിമാൻഡ് അല്ലേ അമ്മ ഇവിടെ? ആ അപ്പമാരൊക്കെ ഡിമാൻഡ് ആക്കിയെടുത്ത്. മാമ, ഈ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ മലക്കറി വരണത്. ആ എന്തെന്നെ പൂ വരണ ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന്. അവിടുന്ന് തന്നെ വരണത്. ഈ കേരളത്തിൽ എന്തെങ്കിലും വികസനം ഉണ്ടാകുമ്പോ എന്തെങ്കിലും വികസനം ഇല്ലേ? എവിടെ വികസനം? എന്തെങ്കിലും വികസനം ഒരെണ്ണം നിങ്ങൾ പറയുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവണില്ലേ? ഇല്ല. റോഡിലോട്ട് ഇറങ്ങി നോക്കണം. റോഡിൽ എന്തിനു മാമ? റോഡ് മൊത്തം കട്ടറ കൊണ്ട് വികസിച്ചല്ലേടാ കിടക്കുന്നത്. അതുമായിട്ട് ബാറുകൾ എവിടെ നോക്കിയാലും ബാറുകൾ വികസിച്ച് വരെയല്ലേ. കൂണ് പോലെ അല്ലേടാ സിവിൽ സപ്ലൈസ് മുളച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒരു വികസനമല്ലേ? ഓ, ഭയങ്കര വികസനം തന്നെ. ആരുടെങ്കിലും പോയി കുടിക്കാൻ പറഞ്ഞ നിങ്ങൾ എന്തിനു പോയി കുടിക്കണത്? എന്നെ പോലെ ഡീസൻ്റ് ആയിട്ടിരിക്കണം മാമ, കുടിക്കാതിരിക്കണം മാമ. എടേ, കുടിക്കാൻ പോണത് മനഃപൂർവ്വമല്ല. പിന്നെ അറിഞ്ഞോണ്ടാ? സർക്കാരിൻ്റെ അടുത്ത് സ്നേഹമുള്ളതുകൊണ്ടാണ് അവർ കുടിക്കാൻ പോണത്. എടാ, സർക്കാരിന് നിലനിൽക്കണമെങ്കിൽ കുടിച്ചാലല്ലേ പറ്റുള്ളൂ നിന്നെ പോലെയുള്ളവായി. എടാ, സർക്കാരിന്റെ മെയിൻ വരുമാനം എന്തരാണ്? എന്തിനാ? ഈ മദ്യവും മറ്റേ ബാക്കി ലാട്ടറിയും തന്നെ. പിന്നല്ലാതെ. അതുകൊണ്ടാണ് എല്ലായിടത്തും തുടങ്ങിയിരിക്കുന്നത്. പിന്നല്ലാതെ സംശയം എന്തല്ലേ? കുടിച്ചാൽ വരുമാനം കിട്ടുമല്ലേ? കുടിച്ചാലും ലാട്ടറി എടുത്താലും ആ വരുമാനം കിട്ടിയാൽ മാത്രമേ സർക്കാരിന് കഞ്ഞി പിടിച്ച് പോവാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് വരാമാ. എന്തായിരുന്നേ? കുടിക്കാൻ ജയിച്ചു പോടാ. എന്തുവാ നിങ്ങളല്ലേ പറഞ്ഞ കുടിച്ച വരുമാനം കിട്ടുമെന്ന്? എടാ, നീ തറ കറുത്തു കഴിഞ്ഞാ ഉടൻ തന്നെ ഓടി പോണത് എവിടെയാണ്? ബിവറേജിലല്ലേ. എന്തായിരുന്നു? വേറെ ഒരുപാട് വികസനങ്ങളുണ്ട്. വേറെ വികസനം മാമ? എടാ, പണ്ട് ഒരു സാധാരണക്കാരന് വീട് വയ്ക്കാൻ വേണ്ടി 560 രൂപ എന്തെങ്കിലുമാണ് ഈ പെർമിറ്റിന് കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പൊ അതേ സ്ഥാനത്ത് ഇപ്പോഴോ 13,000 രൂപയായിട്ട് ഭയങ്കരമായിട്ട് വികസനം വന്നില്ലേ? ആ ഇനി ഇങ്ങനെ വികസിച്ച് വല്ലാത്ത. എന്താ ഇന്നലെ തന്നെ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 16 രൂപ വർദ്ധിപ്പിച്ച് വികസിപ്പിച്ചില്ലടാ. അതൊരു വലിയതൊന്നുമല്ല. 16 രൂപയല്ലാമോ ഒരു യൂണിറ്റിന് കൂടെ നിങ്ങൾ? എടാ ചേർക്കാ, എന്തിനാ ഒരു വീട്ടിൽ 1 യൂണിറ്റാണ് ഉപയോഗിക്കുന്നത് അല്ലേ? എടാ, 250, 500, 600 അങ്ങനെ കയറി പോവും. അപ്പൊ ഓരോ വീട്ടിൽ ഒരുപാട് പൈസ ആവൂല? പിന്നെ ഒരുപാട് പൈസ ആവാതെ. ഈ കറണ്ട് ഉണ്ടാക്കണത് എവിടുന്നാണ്? എന്തിനാ കറണ്ട് ഉണ്ടാക്കണത് എവിടുന്ന്? നിങ്ങൾക്ക് എത്ര വയസ്സായി മാമ? എനിക്ക് 89 90 പറയും. ആയിക്കോട്ടെ, എന്ത് കുഴപ്പം തന്നെ? ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് അത് അറിഞ്ഞൂടെ? എനിക്കറിയാം. നിനക്കറിയാമോന്നത് ഞാൻ ഒന്ന് ചോദിക്കാതെ. എന്റെ പൊന്നു മാമ, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലായ? എവിടുന്ന്? ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന്. ഇലക്ട്രിസിറ്റി ആഫീസിൽ നിന്നാ? ഓ, അപ്പൊ നമ്മളെ ഈ കരിക്കകത്തുള്ള കറണ്ട് കംപ്ലീറ്റ് കരിക്ക ആഫീസിൽ നിന്നാ ഉണ്ടാക്കണം? എന്റെ പൊന്നു മാമ, എല്ലാ സ്ഥലങ്ങളിലും കറണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുണ്ട്. ഉണ്ട്. നമ്മൾ അവിടെ പൈസ അടയ്ക്കും, അവര് കറണ്ട് തരും. നമ്മൾ പൈസ അടയ്ക്കാതെ വരെ പോകണം, അവർ വന്ന് ഫീസ് ഊരിക്കോട്ട് പോകണം. കണ്ടിട്ടുണ്ട്? അതുകൊണ്ട് ഈ മണ്ടത്തിന് ആഴത്തും ചോദിക്കില്ല മാമ. എന്റെ പൊന്നു മാമ, കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ്. എടാ, കറണ്ട് ഉത്പാദിപ്പിക്കുന്ന എവിടെന്നറിയാം? വെള്ളത്തിൽ നിന്നായിരുന്നു അത് പണ്ട്. ഇപ്പൊ അതിനൊരു മാറ്റം വന്ന്. എന്തൊരു മാറ്റം മാമ? ഇപ്പം സ്വർണ്ണ ഉരുക്കിയാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. എന്തിനാമോ? സ്വർണ്ണ ഉരുക്കി കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് കൊണ്ടല്ലേ കറണ്ടിന് ഇത്രയും വില. അതുകൊണ്ടാണ് ഇത്ര വില? സംശയം തന്നെ.